Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic Framework for Network Design Decisions in Supply Chain and Logistics Management from in S7 Mechanical Engineering. So going into the topic, Framework for the Network Design Decisions. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെറ്റ്വർക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇതിൻ്റെ ഫ്രെയിം വർക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഈ ഫ്രെയിം വർക്കിനെ നമുക്ക് 4 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഡിഫൈൻ എ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി ഓർ ഡിസൈൻ, ആൻഡ് സെക്കൻഡ് ഫേസ് മീൻസ് define the regional facility configuration. Third one, phase 3, that is select a set of desirable potential sites. Fourth phase എന്ന് പറയുന്നത് ലൊക്കേഷൻ ചോയ്സസ്. ഇങ്ങനെ 4 ഫേസസ് ആയിട്ട് നമുക്ക് നെറ്റ്വർക്ക് ഡിസൈൻ ഡിസിഷൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഫിഗേഴ്സ്, അതിൻ്റെ ഏതൊക്കെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ നെറ്റ്വർക്ക് ഡിസൈൻ ഡിസിഷൻസ് കൈക്കൊള്ളുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചേക്കുന്നത്. ആൻഡ് അതിൽ ഫേസ് 1 ഞാൻ പറഞ്ഞായിരുന്നു സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഈ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞായിരുന്നു. സോ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മുടെ കമ്പനി എയിം ചെയ്യുന്നത്? കോമ്പറ്റിറ്റീവ് സ്ട്രാറ്റജി, അതായത് ബാക്കിയുള്ള കമ്പനിയുടെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും അതിനു വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. അടുത്തത് ഗ്ലോബൽ കോമ്പറ്റീഷൻസ്, ബാക്കിയുള്ള കമ്പനിയുടെ പെർഫോമൻസ്, അതിനെ എല്ലാത്തിനെയും ബേസ് ചെയ്ത് ഇങ്ങനെ. അത് കഴിഞ്ഞ് ഇൻറ്റേർണൽ കൺസ്ട്രെയിൻസ്, നമ്മുടെ ക്യാപിറ്റൽ, ഗ്രോത്ത് സ്ട്രാറ്റജി, എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക്. സോ ഇങ്ങനെയുള്ള ഇത്രയും ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കമ്പനിയുടെ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഈ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാം, ഈ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഇപ്പം പുതിയ കാറുകളെല്ലാം ഇറക്കാൻ നേരത്തെ അവരുടെ പ്രീമിയം സെഗ്മെൻ്റ് ആയാലും ഏതൊരു സെഗ്മെൻറ്റിലുള്ള കാറായാലും അവർ ടാറ്റയുടെ ഡീലർഷിപ്പിൽ കൂടെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. പക്ഷേ മാരുതി എന്നുള്ളത് എന്ത് ചെയ്തു? അവരുടെ ഡീലർഷിപ്പ്, അവരുടെ ബലാനോ അതേപോലെയുള്ള പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികൾക്ക് അവർ പുതിയൊരു ഡീലറിനെ, അതായത് നെക്സ എന്ന് പറഞ്ഞ് പുതിയൊരു ഡീലർഷിപ്പ് എൻ്റയർ ഇന്ത്യയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാര്യം അത് അവർക്ക് ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികൾ എന്നുള്ള രീതിയിൽ അവർ പുതിയൊരു നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഡീലർഷിപ്പ് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവർ ഈ വണ്ടികൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിൽ തന്നെ ഈ പുതിയത് ലോഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ പുതിയൊരു നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പുതിയൊരു ഡീലർഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണോ? ഇങ്ങനെയുള്ള ഓരോ ഫാക്ടേഴ്സും ഈ പറയുന്ന സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയിൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. സോ അതുകൊണ്ട് ഇത്രേനെയും ബേസ് ചെയ്ത് ഇങ്ങനെ ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി, ഗ്ലോബൽ കോമ്പറ്റീഷൻ, ക്യാപിറ്റൽ, എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് യൂസ് ചെയ്യണോ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫേസ് 1 സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ഫേസിലാണ് നമ്മൾ റീജിയണൽ ഫെസിലിറ്റി കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ റീജിയണൽ ഫെസിലിറ്റി കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ പ്ലാന്റ് നമുക്ക് എവിടെയാണ് കൊണ്ടുവരേണ്ടത്. സോ അങ്ങനെയുള്ളത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ടാക്സ്, അവിടെ ഉണ്ടാകുന്ന ഒരു ലാൻഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താരിഫ്, അവിടെ ഉണ്ടാകുന്ന ബാക്കിയുള്ള ചാർജസ്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ടെക്നോളജീസ്, ഏത് പ്രൊഡക്ഷൻ ടെക്നോളജീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണോ, അത് ഫ്ലെക്സിബിലിറ്റി തരുന്നതാണോ, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ആയിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറയുന്ന റീജിയണൽ ഫെസിലിറ്റി കോൺഫിഗറേഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്സ്ചേഞ്ച് റേറ്റ്, ഡിമാൻഡ് റിസ്ക്, പിന്നെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻ്റ് ആണോ, പോസിറ്റീവ് കോമ്പറ്റീഷൻ ആണോ അവിടെ ഉണ്ടാവുന്നത്, നെഗറ്റീവ് കോമ്പറ്റീഷൻ ആണോ ഉണ്ടാവുന്നത്, അഗ്രിഗേറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. സോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫേസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റീജിയണൽ ഫെസിലിറ്റി കോൺഫിഗറേഷൻ. തേർഡ് ഫേസ് വരുമ്പോഴാണ് ഡിസൈറബിൾ സൈറ്റ്സ് എന്നുള്ളത് വരുന്നത്. ഈ ഡിസൈറബിൾ സൈറ്റ്സിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ
ഏതാണ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്മുടെ പ്ലാന്റ് എവിടെയാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളതാണ്. അത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്? നമ്മൾ ഈ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി, വർക്ക് ഫോഴ്സിൻ്റെ അവൈലബിലിറ്റി, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് രണ്ടായിട്ട് രണ്ടെണ്ണം അതിൽ വരുന്നത്. ഒന്ന് അവൈലബിൾ ഇൻഫ്രാസ്ട്രക്ചർ, രണ്ടാമത്തെ പ്രൊഡക്ഷൻ മെത്തേഡ്സ്. ഇതെല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ തേർഡ് ഫേസിലെ ഈ ഡിസൈറബിൾ സൈറ്റ് സെലക്ഷൻ എന്താണെന്നുള്ളത്. ആ സൈറ്റിൽ തന്നെ ലൊക്കേഷൻ, പർട്ടിക്കുലർ ലൊക്കേഷൻ എന്നുള്ളത് വരുന്നുണ്ട്. ഈ പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? ലേബർ, മെറ്റീരിയൽ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാത്തിനെയും ബേസ് ചെയ്താണ് നമ്മൾ നാലാമത്തെ ഫേസായ ലൊക്കേഷൻ ചോയ്സ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ എ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി ഓർ എ ഡിസൈൻ. ദാറ്റ് ഈസ് ഇൻ ദാറ്റ് ഫേസ് എ ക്ലിയർ ഡെഫിനിഷൻ ഓഫ് ഫേംസ് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി ഫോർകാസ്റ്റ് ദ ലൈക്ലി എവല്യൂഷൻ ഓഫ് global competition, identify the constraints on available capital. നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താണ് നമ്മളിവിടെ ഈ പറഞ്ഞ ഒരു പ്ലാന്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഉണ്ടാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ ഗ്രോത്ത് റേറ്റ് എത്രയായിരിക്കും, നമുക്ക് എത്രത്തോളം ഗ്രോത്ത് ഓരോ വർഷത്തിൽ ഉണ്ടാക്കിയെടുക്കണം, നമ്മുടെ പ്രോഫിറ്റ് എത്രയായിരിക്കണം, അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെയാണ് ഈ പറയുന്ന ഫേസ് 1 നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇൻ ഫേസ് 2 ഡിഫൈൻ ദ റീജിയണൽ ഫെസിലിറ്റി കോൺഫിഗറേഷൻ. സോ ഈ റീജിയണൽ ഫെസിലിറ്റി കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ എത്രത്തോളം നമുക്ക് ഡിമാൻഡ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് അതിൽ നമ്മൾ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്, പൊളിറ്റിക്കൽ റിസ്ക്, താരിഫ്, പിന്നെ ടാക്സ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, ആരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, മാർക്കറ്റിലെ ലീഡേഴ്സ് ആരാണ് എന്നുള്ളതെല്ലാത്തിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജി അവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മൂന്നാമത്തെ ഫേസിൽ വരുന്നത് സെലക്ട് എ സെറ്റ് ഓഫ് ഡിസൈറബിൾ പൊട്ടൻഷ്യൽ സൈറ്റ്സ്. ദാറ്റ് ഈസ് നമ്മൾ അവിടെ വരുമ്പോഴത്തേക്കും ഇൻഫ്രാസ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ പ്ലാന്റ് എങ്ങനെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റും, ബാക്കിയുള്ള മെഷീൻസ് അവൈലബിൾ ആവുന്നുണ്ടോ, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫേസ് 3 ആ ഒരു സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഫേസ് 4 എന്ന് പറയുമ്പോഴത്തേക്കും ലൊക്കേഷൻ ചോയ്സസ് ആണ്. ഈ പറഞ്ഞ മെഷീൻസ് അവൈലബിലിറ്റി, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, വർക്കർ അവൈലബിലിറ്റി, ഇലക്ട്രിസിറ്റി അവൈലബിലിറ്റി, അങ്ങനെയുള്ള ഫാക്ടേഴ്സ്, വാട്ടർ അവൈലബിലിറ്റി, ഇതിനെ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത്. സോ നെറ്റ്വർക്ക് ഡിസൈൻ ഇൻ ആൻ അൺസർട്ടൺ എൻവയോൺമെൻറ്റ്. എന്താണ് അൺസർട്ടനിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് അൺസർട്ടൺ എൻവയോൺമെൻറ്റിലുള്ള നെറ്റ്വർക്ക് ഡിസൈൻ എന്നുള്ളത് എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഡിസിഷൻ എടുക്കുന്നത്? ഒന്ന് ഇമ്പാക്റ്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അത് പറഞ്ഞ നമ്മുടെ അൺസർട്ടൺ എൻവയോൺമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ തന്നെ അതൊരു പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇമ്പാക്റ്റ് ഓൺ ഡിമാൻഡ്, പ്രൈസസ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇമ്പാക്റ്റ് ഓൺ ഇൻവെൻട്രി. ഫസ്റ്റ് വൺ ഇമ്പാക്റ്റ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. So impact on decision making എന്ന് പറയുമ്പോൾ supply chain decisions are long term decisions and it is difficult to alter them in a short term. Due to uncertainty, these decisions are made and evaluated as accurately as possible so that they remain in a place for several years without being altered. സോ നമ്മൾ സപ്ലൈ ചെയിൻ ഡിസിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേം ഡിസിഷൻസ് ആണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് ഓൾട്ടർ ചെയ്യാനോ ഒന്നും സാധ്യമല്ല. ഒരു അൺസർട്ടനിറ്റി റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ ഓൾറെഡി എടുത്ത ഡിസിഷൻസ് അതിനെ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് മാറ്റാനായിട്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഇവിടെ വരുമ്പോഴത്തേക്കും ഏതൊക്കെ ഡിസിഷൻസ് ആണ് വരുന്നത്? ഒന്ന് ലൊക്കേഷൻസ്, സൈസ്, പ്ലാന്റ്, വെയർഹൗസസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ. സോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസിഷൻ എടുത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് അതൊരു ലോങ് ടേം ഡിസിഷനാണ്. നമ്മളുടെ എൻ്റയർ പ്ലാൻ റൺ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് മേ ബി
സേ 20 ഇയേഴ്സ് 25 ഇയേഴ്സ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റ് നിർമ്മിക്കുന്നത് തന്നെ. സോ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 6 മാസം കഴിയുമ്പോൾ പുതിയൊരു പ്ലാനിലേക്ക് ഇതെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഓൺ ഡിമാൻഡ്സ്, പ്രൈസസ്, എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്. സോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അൺസർട്ടനിറ്റി ഇൻ ഡിമാൻഡ്സ്, prices, exchange rate and competitive environment greatly influences the supply chain decisions. So a decision that looks good on current situations may be quite poor when the situation changes due to uncertainty. Therefore flexibility has to be provided in a supply chain operation that allows it to deal with the uncertainty in situations in a manner that makes them പ്രോഫിറ്റബിൾ. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി കാരണം നമുക്ക് എന്തൊക്കെ ഡിസിഷൻസ് നമുക്ക് വേരി ചെയ്യേണ്ടി വരുന്നു, സിറ്റുവേഷനിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ അത് എന്തിനെയൊക്കെ ബേസ് ചെയ്യുന്നത്? ഡിമാൻഡ്, പ്രൈസസ്, എക്സ്ചേഞ്ച് റേറ്റ്, കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ റാപ്പിഡ് ആയിട്ടുള്ള ഡിസിഷൻ ചേഞ്ചിങ് നമ്മൾ നടത്തേണ്ടി വരുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫസ്റ്റ് വൺ എൻവയോൺമെൻറ്റൽ ഫാക്ടർ. ഡൽഹിയിൽ ഉണ്ടാകുന്ന ഈ ഒരു പൊല്യൂഷൻ, ഡൽഹിയിലുണ്ടാകുന്ന പൊല്യൂഷൻ കാരണമാണ് ആ ഒരു ഏരിയയിൽ പർട്ടിക്കുലർലി നമുക്ക് മാസ്ക് ഹൈ ഡിമാൻഡ് ഉണ്ടായി. അതേപോലെ തന്നെ റീസെൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പാൻഡമിക് സിറ്റുവേഷൻ, ദാറ്റ് ഈസ് COVID-19 എന്നുള്ളതുകൊണ്ട് നമുക്ക് ആർക്കും സുപരിചിതമായിരുന്നില്ല മാസ്ക് വയ്ക്കുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ എന്താണ് മാസ്ക് വയ്ക്കാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെ ഉണ്ടാക്കി, തുണി കൊണ്ടുള്ള മാസ്ക്. സോ അത് ഡിമാൻഡിനെ ബേസ് ചെയ്ത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഈ COVID-19 വന്ന സമയത്ത് മാസ്കിന് ഭയങ്കര ഷോർട്ടേജ് ഉണ്ടായി, സർജിക്കൽ മാസ്കിന് ഭയങ്കര ഷോർട്ടേജ് ഉണ്ടായി. കാര്യം എന്താണ്? എല്ലാവരും പെട്ടെന്ന് മാസ്ക് വാങ്ങിക്കാൻ തുടങ്ങി. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ മാസ്കിന് വളരെ ഷോർട്ടേജ് ഉണ്ടായി. അത് ഒരു അൺസർട്ടനിറ്റിയാണ്. അതായത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ ടൈമിന് ഇതുണ്ടാവുമെന്ന് ആരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിമാൻഡ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇനി ഈ പറഞ്ഞത് ഇത് എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് ഹസാർഡ്സ് മൂലമുള്ള ഇത്. ഇനി കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവാറുണ്ട്. ഈ റിലയൻസ് ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് അവർ 4G ഇൻ്റർനെറ്റ് വളരെ റേറ്റ് കുറച്ച് അവർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ അവരുടെ കോമ്പറ്റീറ്റേഴ്സായ ഐഡിയ, എയർടെൽ തുടങ്ങിയവർക്കും ആ ഒരു അവരുടെ വിലയ്ക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമർ അവരിലേക്ക് പോകും. സോ അവർ ആ ഒരു രീതിയിലേക്ക് അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി അവർക്ക് മാറ്റേണ്ടി വന്നു. സോ ഇതാണ് ഇമ്പാക്റ്റ് ഓൺ ഡിമാൻഡ്, പ്രൈസസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന അൺസർട്ടനിറ്റി നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇമ്പാക്റ്റ് ഓൺ ഇൻവെൻട്രി. The uncertainty in the demand creates an uncertainty in an inventory. This happens when the demand exceeds the amount forecasted for a given period. അതായത് ഡിമാൻഡിന് ഉണ്ടാവുന്ന അൺസർട്ടനിറ്റി, അതായത് പെട്ടെന്ന് ഒരു ഡിമാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റി എന്ന് വരത്തില്ല. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞേക്കുന്നത് ഒരു സ്റ്റോർ കീപ്പർ 200 ഷാംപൂ ബോട്ടിൽസ് വച്ചാണ് അയാൾ ലോട്ട് എടുക്കുന്നത്, ആ സ്റ്റോറിലേക്ക് എടുക്കുന്നത്. അത് 100 ഷാംപൂ എന്നുള്ളതാവുമ്പോഴത്തേക്ക് അയാൾ വീണ്ടും അടുത്തത് ഓർഡർ ചെയ്യും. സോ അതുകൊണ്ട് ഈ 100 ഷാംപൂ അയാൾ വിറ്റഴിച്ച് തീരുമ്പോഴത്തേക്കും അടുത്ത ബാച്ചിൻ്റെ 200 എണ്ണം അയാൾക്ക് അവിടെ കിട്ടും. സോ അടുത്ത ഇതേപോലെ ഇയാൾ ഒരു പ്രാവശ്യം എന്താ ചെയ്തത്, ഈ 100 ഷാംപൂ ആയപ്പോഴത്തേക്കും അയാൾ 200 എണ്ണം ഓർഡർ ചെയ്തു. പക്ഷേ ആ ഒരു ലോട്ട് വന്നപ്പോഴത്തേക്കും ആ ഷാംപൂവിന് അവരൊരു ഓഫറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി കമ്പനി, അതായത് മെയിൻ മാനുഫാക്ചറിങ് കമ്പനി ആരാണോ ആ ഡിസിഷൻ എടുക്കാനുള്ള അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ സ്റ്റോർ കീപ്പർ അവെയർ അല്ലായിരുന്നു. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താ പറ്റിയേ,
ഈ ആദ്യത്തെ 100 വിറ്റ് തീരുന്ന സമയം കൊണ്ട് ഈ ഒരു 200 അയാൾക്ക് അവിടെ വിറ്റ് തീർന്നു പോയി. ബാക്കി വരുന്ന ഓർഡേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണ് അതിൻ്റെ കാര്യം? എന്താണ് കാര്യം? അയാൾ പ്രോപ്പറായിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അയാൾ നോക്കിയില്ല. അയാൾ അതിനെക്കുറിച്ച് അവെയർ അല്ലായിരുന്നു. സോ അതുകൊണ്ട് അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായി. ആ അൺസർട്ടനിറ്റി കാരണം എന്താ പറ്റിയത്? ആ ഇൻവെൻട്രി നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഫെസിലിറ്റി ലൊക്കേഷൻ. സോ ഫെസിലിറ്റി ലൊക്കേഷൻ എന്നുള്ളത്, അതായത് നമ്മൾ ഫെസിലിറ്റി, നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഏതൊരു വെയർ ഹൗസ് എന്നുള്ളത്, സൈറ്റ് എന്നുള്ളത് എവിടെയാണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഓർ എ സൈറ്റ് വെയർ ദ ഫാക്ടറി ഓർ ഫെസിലിറ്റി വിൽ ബി ഇൻസ്റ്റാൾഡ് ഫ്രം വെയർ ഇറ്റ് വിൽ ഫങ്ഷൻ. സോ നമ്മൾ എവിടെയാണ് ഈ പറഞ്ഞ പ്ലാന്റ്, നമ്മളുടെ വെയർ ഹൗസ് എന്നുള്ളത് നമ്മൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത്. സോ അവിടെ അത് എവിടെ നിന്നാണ് അത് ഫങ്ഷൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതിനാണ് നമ്മൾ ഈ പറഞ്ഞ ഫെസിലിറ്റി ലൊക്കേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള 2 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ മിനിമൈസേഷൻ ഓഫ് ദ കോസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ മാക്സിമൈസേഷൻ ഓഫ് ദ റവന്യൂ. സോ നമ്മൾ പുതിയൊരു പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ 2 പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒന്ന്, കോസ്റ്റ് കുറയ്ക്കണം. ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഇത് നിർമ്മിച്ചെടുക്കണം. ഏറ്റവും കുറഞ്ഞ റണ്ണിങ് കോസ്റ്റേ ഉണ്ടാവുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കണം. മെഷീൻസിന് ഉണ്ടാകുന്ന കോസ്റ്റ്, ലേബർ ഫോഴ്സ്, ഇതെല്ലാം കുറയ്ക്കണം. നമ്മുടെ കയ്യിൽ നിന്നും ചിലവാകുന്നതെല്ലാം കുറയ്ക്കണം. നമുക്ക് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ള ഒരൊറ്റ എയിമിലാണ് നമ്മൾ ഈ ഒരു ഫെസിലിറ്റി പുതുതായിട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫെസിലിറ്റി ലൊക്കേഷൻ. Some of the possible impacts that can happen to facility which is operating in the improper locations are സോ നമ്മൾ ഈ പറഞ്ഞ ഫെസിലിറ്റി നമ്മൾ ഒരു കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തല്ല നിർമ്മിച്ചത് എന്നുള്ള നമുക്ക് തെറ്റിപ്പോയി എന്നുള്ള ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന്, നമുക്ക് നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസ് ക്ലോസ് ചെയ്യേണ്ടി വരും. ദ കമ്പനി മേ ഹാവ് ടു ക്ലോസ് ഡൗൺ ദ ഓപ്പറേഷൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫെസിലിറ്റി ഓർ ദ കമ്പനി മേ ഹാവ് ടു റീലൊക്കേറ്റ് ദ ഫെസിലിറ്റി. സോ ഇങ്ങനെ ഈ ഒരു 2 സാഹചര്യം ഉണ്ടായാലും കമ്പനിക്ക് എന്താണ്, കമ്പനി ആദ്യം മുതൽ മുടക്കിയ പൈസ എത്രയാണോ അത്രയും നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നഷ്ടമാവുമ്പോഴത്തേക്കും അത് പ്രോഫിറ്റിന് സാരമായിട്ടുള്ള ഒരു ലോസ് ആണ് ഉണ്ടാക്കാൻ. പ്രോഫിറ്റ് നമുക്ക് നേടാൻ പറ്റുന്നില്ല. കമ്പനിക്ക് ഹ്യൂജ് എമൗണ്ട് ലോസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സോ ഇഫ് ദ കമ്പനി കണ്ടിന്യൂസ് ഇറ്റ്സ് ഓപ്പറേഷൻ അറ്റ് ദ റോങ് ലൊക്കേഷൻ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ലോ പ്രോഫിറ്റ് മാർജിൻ, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, poor production efficiency, high distribution cost and labor trouble etc. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആ എക്സാക്റ്റ് ലൊക്കേഷനിലല്ല നമ്മളുടെ പ്ലാന്റ് റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ദ പ്രൊസീജിയേഴ്സ് ഇൻ ദ ഫെസിലിറ്റി ലൊക്കേഷൻ, ദാറ്റ് ഈസ് it is a strategic decision regarding the selection of best plant location which is a long term commitment for the plant or the organization. നമുക്ക് പറഞ്ഞായിരുന്നു ഈ ഒരു പ്ലാൻ ലൊക്കേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്ത് തന്നെ നമ്മൾ എന്താണ് അതൊരു ലോങ് ടേം രീതിയിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. സോ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഇവാലുവേഷനും എല്ലാം ചെയ്തിട്ടേ നമ്മൾ ആ പ്ലാൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുക. റോങ് ഡിസിഷൻ ആയിപ്പോയി, തെറ്റായ സ്ഥലത്താണ് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമുക്ക് പ്രോഫിറ്റിൽ ലോസ് ഉണ്ടാവും, നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടും. സോ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫെസിലിറ്റി ലൊക്കേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിലിമിനറി സ്ക്രീനിങ്, രണ്ടാമത്തത് ഡീറ്റെയിൽഡ് അനാലിസിസ് എന്നിങ്ങനെ 2 സ്റ്റെപ്സ് ആണ് അവിടെ വരുന്നത്. സോ ഏതൊക്കെ ഫാക്ടേഴ്സാണ് പ്ലാന്റ് ലൊക്കേഷൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. സോ ഈ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? സോ അതിൽ ക്വാളിറ്റേറ്റീവിനെ തന്നെ നമുക്ക് കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്നുള്ളതിൽ വരുന്നുണ്ട്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ അസൈൻമെൻറ്റ് പ്രോബ്ലം, കവറിംഗ് പ്രോബ്ലം ആൻഡ് മീഡിയൻ പ്രോബ്ലം. സോ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് വരുന്നതിൽ കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് വരുന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്താണ് കൺട്രോളബിൾ
ഫാക്ടേഴ്സ് വരുന്നത്. ദാറ്റ് ഈസ് കൺട്രോളബിൾ ഫാക്ടേഴ്സിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോക്സിമിറ്റി ടു ദ കസ്റ്റമേഴ്സ്, പ്രോക്സിമിറ്റി ടു റോ മെറ്റീരിയൽസ്, അവൈലബിലിറ്റി ഓഫ് ദ സ്കിൽഡ് ലേബർ, ഫീസിബിലിറ്റി ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സിൻ്റെ അകത്ത് വരുന്നത് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ഇത് ഇത്രയുമാണ് വരുന്നത്. സോ കൺട്രോളബിൾ ഫാക്ടേഴ്സിൽ പ്രോക്സിമിറ്റി ടു ദ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കാം. സോ പ്രോക്സിമിറ്റി കസ്റ്റമേഴ്സിലെ ഫസ്റ്റ് വൺ നമുക്ക് പറയാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസിലിറ്റി ലൊക്കേഷൻസ് ആർ selected closer to the customers so that the transportation cost and time taken to reach the customer can be reduced. This factor dominates in facilities such as banks and retail stores. നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ റെസ്പോൺസീവ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ടൈം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഈ പറഞ്ഞ റെസ്പോൺസീവ് ടൈം എന്നുള്ളത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫെസിലിറ്റി എവിടെയാണ് നമ്മൾ നോക്കി, ബാങ്ക്, റീറ്റെയിൽ സ്റ്റോർ അങ്ങനെയുള്ളതൊക്കെ സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോക്സിമിറ്റി ടു ദ കസ്റ്റമേഴ്സിനെ ഒരു മെയിൻ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മളവിടെ സൈറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് പ്രോക്സിമിറ്റി ടു ദ റോ മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് ദ ഫെസിലിറ്റി ലൊക്കേഷൻസ് ഫോർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആർ സെലക്ടഡ് ക്ലോസർ ടു ദ റോ മെറ്റീരിയൽ സോ ദാറ്റ് ദ transportation cost can be reduced. This factor is important in which facilities such as power generation where the coal basically the raw material is proximity is essential. So either റോ മെറ്റീരിയൽസ് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. സേ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അവരുടെയൊക്കെ പ്ലാന്റ്സ് എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്? അവിടെയാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഈ മെയിൻ കമ്പോണൻ്റ് എന്താണ്, ഈ പറഞ്ഞ ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ വരുന്നത്. സോ ആ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഏറ്റവും അടുത്ത, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് എത്താനായിട്ടുള്ള പർട്ടിക്കുലർ ലൊക്കേഷൻസിലാണ് അവർ എന്ത് ചെയ്യുന്ന ഈ പറഞ്ഞ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മുടെ ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പ്ലാന്റും തുടങ്ങാനായിട്ട് അവർ പോകുന്നില്ല. കാര്യം ഇവിടെ നമുക്ക് ഇരുമ്പുരുക്ക് വ്യവസായശാലകളോ വേറെ ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സാധനം നമ്മളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനും മാത്രമുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അടുത്ത വരുന്നത് അവൈലബിലിറ്റി ഓഫ് ദ സ്കിൽഡ് ലേബറിൻ്റെ അവൈലബിലിറ്റി ഓഫ് ചീപ്പ്, സ്കിൽഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് ലേബേഴ്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിസൈഡിങ് ദ ഫെസിലിറ്റി ലൊക്കേഷൻ. എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ പ്ലാൻ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു അത്യാവശ്യം അറിവും വിവരവുമുള്ള വർക്കേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. ഫീസിബിലിറ്റി ഇൻ ട്രാൻസ്പോർട്ടേഷൻ, ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഈ റോ മെറ്റീരിയൽസ്, ബാക്കിയുള്ള ഫാക്ടേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഈ വർക്കേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കും എല്ലാം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലായിരിക്കണം ഈ പറഞ്ഞ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൽ വരുന്ന അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്, ഈ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അതിൻ്റെ അകത്ത് നേരിട്ടൊരു കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതിൽ വരുന്നതാണ് ഒന്ന് ഗവൺമെൻറ് പോളിസീസ്, രണ്ടാമത്തത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. സോ ഈ ഫെസിലിറ്റി ലൊക്കേഷൻസ് ദാറ്റ് ആർ പ്രിഫേർഡ് ഇൻ പ്ലേസസ് വെർ ദ ഗവൺമെൻറ് എൻകറേജസ് ബൈ പ്രൊവൈഡിങ് സബ്സിഡീസ്. ഈ പറഞ്ഞ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് പോളിസീസ്, നമ്മൾ പ്ലാന്റ് തുടങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതെല്ലാം അനുസരിച്ച് ഒരു ലൊക്കേഷൻ മനസ്സിൽ കണ്ടു, പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്റിന് certain പോളിസീസ് ഉണ്ടാവും. അവരെ എത്രത്തോളം സബ്സിഡി അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്, ബാക്കിയുള്ള ടാക്സ് റേറ്റ്, ഇതെല്ലാം എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ല. അത് കഴിഞ്ഞ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് പറയുമ്പോഴത്തേക്കും ചില ഇൻഡസ്ട്രീസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ള സ്ഥലങ്ങളിലെ അത് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് ടെക്സ്റ്റൈൽ മില്ല്. കാര്യം ഹ്യൂമിഡിറ്റി ഒരു പർട്ടിക്കുലർ ഇതിലുള്ള ആ ഒരു പർട്ടിക്കുലർ ഏരിയാസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ ടെക്സ്റ്റൈൽ മില്ല് നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഈ പറഞ്ഞ ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നത് ഫെസിലിറ്റി ലേഔട്ട് ഡിസൈൻ എന്നുള്ളതാണ്.
It refers to the arrangement of equipments, machining and furnishing within a building envelope after considering the various objectives of the facility. നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഫെസിലിറ്റി ലേഔട്ട് ഡിസൈൻ എന്നുള്ളത് നമ്മൾ അതായത് നമ്മളുടെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ആ ഒരു ഫെസിലിറ്റി തുടങ്ങി അതിൻ്റെ അകത്തുള്ള മെഷീൻസ് അതിൻ്റെ അകത്ത് വരുന്ന ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഏതൊരു രീതിയിലാണ് അത് അറേഞ്ച് ചെയ്യുന്നത് അത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അത് തിങ്ക് ചെയ്യുന്നത് എക്യുപ്മെൻറ്റ്സ് മെഷീനിങ് ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം അത് എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്താണ് അവിടെ നമ്മൾ ഡിസൈൻ സ്റ്റെപ്സ് ആണ് അവിടെ വരുന്നത് സോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്ലാന്റ് ലൊക്കേഷൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് സെക്കൻഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് സോ ഈ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് സോ അതിൽ ക്വാളിറ്റേറ്റീവിനെ തന്നെ നമുക്ക് കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്നുള്ളതിൽ വരുന്നുണ്ട് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ അസൈൻമെൻറ്റ് പ്രോബ്ലം കവറിംഗ് പ്രോബ്ലം ആൻഡ് മീഡിയൻ പ്രോബ്ലം objectives എന്ന് പറയുന്നത്. So thank you all. See you in my next class.